കുന്നത്തുകാവിലമ്മയുടെ ഈ വർഷത്തെ പൂരത്തിന് ഇന്ന് 10 നാൾ തികഞ്ഞിരിക്കുകയാണ്. നാളെ അതിഗംഭീരമായ ഗാനമേള, അതോടൊപ്പം തന്നെ പാണ്ടിമേളം, 2-ാം തീയതി കൂട്ടുവിളക്കോടുകൂടി ഈ വർഷത്തെ പൂരത്തിന് പകുതി ആയിരിക്കുകയാണ്. മാർച്ച് 3-ന് കാലത്ത് 9 മണി മുതൽ 12 മണി വരെ ക്ഷേത്ര തിരുനടയിൽ 60ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന അതിഗംഭീര പാണ്ടിമേളം നടത്തപ്പെടുന്നു. കല്ലൂരി പ്രകാശനും കല്ലൂർ ഉണ്ണീഷന്മാരാരും കല്ലൂർ ജയനും നേതൃത്വം നൽകുന്ന അതിഗംഭീര പാണ്ടിമേളം. ഉച്ചയ്ക്ക് ശേഷം ശ്രീമൂലസ്ഥാനത്തു നിന്നും ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് നഗരപ്രദക്ഷിണം വെച്ചുകൊണ്ട് വിവിധ ദേശവേലകൾ തച്ചമ്പാറ ജംഗ്ഷനിൽ സംഗമിച്ച് ഈ വർഷത്തെ പൂരത്തിന് സമാപനം കുറിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. തച്ചമ്പാറ കുന്നത്തുകാവ് ശ്രീ കുറുമ്പവാദി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി മാസം 20-ാം തീയതി മുതൽ വിവിധ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ചുറ്റുവിളക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാർച്ച് 3-ാം തീയതി വളരെ പ്രത്യേകമായിട്ട് പറയട്ടെ, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് 26-28ഓളം കമ്മിറ്റി ഭാരവാഹിയുടെ നേതൃത്വത്തിലുള്ള പൂര മഹോത്സവമാണ് ഇപ്രാവശ്യം കുന്നത്തുകാവ് കാവിലമ്മയ്ക്ക് ക്ഷേത്ര കമ്മിറ്റി നേതൃത്വത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 5 മണി മുതൽ 6 മണിൻ്റെ ഉള്ളിൽ തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറിൻ്റെ മുന്നിലുള്ള നാഷണൽ ഹൈവേയുടെ മുന്നിൽ എല്ലാ കമ്മിറ്റികളും നേതൃത്വത്തിലുള്ള കമ്മിറ്റികൾ തച്ചമ്പാറ സെൻട്രലിൽ സംഗമിക്കും. മുതൂർശി ദേശവേല, അതുപോലെ തന്നെ പൊന്നങ്കോട് ദേശവേല, ചൂരിയോട് ദേശവേല, അതുപോലെ തന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പഞ്ചമി വേല കമ്മിറ്റിയുടെ പോലത്തിലുള്ള ആ ദേശവേലകളും, അങ്ങനെ 4 ദേശവേലകളിൽ നിന്നായി ഏകദേശം 30ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വിവിധ ഘോഷ പരിപാടികൾക്കാണ് തച്ചമ്പാറ പൂരം മാറ്റുരയ്ക്കുന്നത്. എല്ലാ പരിപാടികളിലെയും ഭക്തജനങ്ങളുടെ ഹൃദയംഗമായ സഹകരണം ഇതുവരെ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത 20-ാം തീയതി മുതൽ ചുറ്റുവിളക്ക് മുതൽ തന്നെ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ വക കൊടുക്കുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റികൾ മാത്രമല്ല, എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ എല്ലാ വരുന്ന ആളുകൾക്കൊക്കെ അന്നദാനം കൊടുക്കുന്നത്. മാർച്ച് 3-ാം തീയതി വരുന്ന എല്ലാ പൂരത്തിനും സംഗമിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ള അന്നദാനം നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നദാനമായിട്ടും വിവിധ വേല കമ്മിറ്റികളുടെ ഭാഗമായിട്ടും വിവിധ ഭക്തജനങ്ങളുടെ ചുറ്റുവിളക്കായിട്ടും പൂരം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. മാർച്ച് 1-ാം തീയതി ഗാനമേള നടക്കുന്നുണ്ട്. മാർച്ച് 2-ാം തീയതി നാടൻ പാട്ടവും അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളായിട്ട് പൂരത്തെ വരവേൽക്കുന്നു. ഏതായാലും എല്ലാ പരിപാടികളിലും ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളതും അതുപോലെ തന്നെ ദൂരത്തുള്ള ആളുകളൊക്കെ തന്നെ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഈ ഇത്രയും നാൾ നൽകി തന്ന ഈ നല്ല സഹകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഏകദേശം 60-ൽ പരം കലാകാരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു പാണ്ടിമേളത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് രാവിലെ ക്ഷേത്രാങ്കണത്തിൽ രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഈ 60 കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു പാണ്ടിമേളം നമ്മൾ ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടും അത് ദേവിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. അത് വളരെ ഏറെ പ്രാധാന്യമുള്ള വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റി കാണുന്നത്.